അങ്ങനെ നമ്മൾ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ നമ്മൾ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കോസ്റ്റ്യൂമൊക്കെ ഇട്ടേക്കുന്ന ഒരു രാധ വൈബാണ് പിടിച്ചേക്കുന്നത്. നമ്മൾ പോകുന്നത് വൃന്ദാവനിലോട്ടാണ്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി നേരെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഭയങ്കര പാടായിരുന്നു. ഞങ്ങൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12 മണി സമയമായിരുന്നു. 12 മണി കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ടുള്ള അവർ ഗേറ്റ് അടയ്ക്കും. അപ്പോൾ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞിട്ടാണ് ഈ ഒരു രാധാതിലകിൻ്റെ കാര്യം നമ്മൾ ആലോചിച്ചത്. ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്തായാലും ഇത് ചെയ്യണമെന്ന് വെച്ച് ഞങ്ങൾ മറന്നുപോയി. അകത്ത് കയറിയപ്പോഴാണ് ഓർത്തത്. പിന്നെ പെട്ടെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചിട്ട് വേഗം പോയി ചെയ്തിട്ട് വരുമായിരുന്നു. അങ്ങനെ അകത്ത് കയറിയപ്പോൾ തന്നെ പകുതി ആശ്വാസമായി. ഭയങ്കര തണുപ്പായിരുന്നു അവിടെ. അതുപോലെ നമുക്ക് ഇരിക്കാനും ഒക്കെ നല്ലൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു അവിടെ. അങ്ങനെ നമ്മൾ കൃഷ്ണനെയും രാധയൊക്കെ കണ്ടിട്ട് നമ്മൾ മുകളിലത്തെ നിലയിൽ പോയി. അവിടെയും കുറേ കാണാനുണ്ട്. ഇവിടുത്തെ ഈ വർക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ഈ കൊത്തുപണികളൊക്കെ തന്നെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ താഴെയൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് മുകളിലും ഉണ്ട്. മുകളിൽ താഴെ കൃഷ്ണനും രാധയും, മുകളിലാണെങ്കിൽ നമ്മുടെ സീതയും രാമനുമാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ കണ്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങി. പുറത്താണെങ്കിലും കറക്റ്റ് നമ്മുടെ വൃന്ദാവനിലെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ കൃഷ്ണൻ്റെ കഥകളൊക്കെ കേട്ടിരിക്കുന്നത് പോലെ തന്നെയാണ് അവിടെ കാണാൻ കഴിയുന്ന കാഴ്ചകളും അതുപോലെ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. അത് കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ പുറത്തിറങ്ങിയ പിന്നെ എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. നമുക്ക് വേണ്ട കമ്മൽ, മാലകൾ, അതുപോലെ കുഞ്ഞു കൃഷ്ണൻ്റെ വിഗ്രഹങ്ങൾ, അതുപോലെയുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. പിന്നെ നമ്മൾ സ്വീറ്റ്സ് വാങ്ങിയിരുന്നു അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള പേടയാണ് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ അത് കുറച്ച് വാങ്ങി. പിന്നെ നമ്മൾ കുറേ ഡ്രസ്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കടകളിൽ കയറിയേ. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വണ്ടി കയറിയേ. പിന്നെ നമ്മൾ ഇറങ്ങുന്നത് 3:30-ക്കാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരെ ഇനിയും ബിക്കാനേറിലോട്ടാണ് പോകുന്നത്. വേറെ എങ്ങും കയറുന്നില്ല. പിന്നെ സഹിക്കാൻ പറ്റാത്ത ചൂടായതുകൊണ്ട് തന്നെ പിന്നെ 2 ദിവസത്തെ എല്ലാ ക്ഷീണം കൊണ്ടായിരിക്കാം എല്ലാവരും തിരിച്ച് വന്നപ്പം ഞാനില്ല, കുറച്ച് പേരൊക്കെ വാള് വെച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ബിക്കാനേറിലോട്ട് പോവുകയാണ്. അങ്ങനെ നീണ്ട ഒരു 8-9 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട് തിരിച്ച്. നമ്മൾ നൈറ്റ് ഒരു 12 മണിയായപ്പോൾ നമ്മൾ ക്വാർട്ടറിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മുടെ ഈ 3 ദിവസത്തെ ട്രിപ്പ് ഇവിടെ തീർന്നു.